നമസ്കാരം പ്രിയപ്പെട്ടവരെ, വലിയ സ്നേഹ നമസ്കാരം. നോക്കൂ, നമ്മളൊക്കെ കുഞ്ഞുനാൾ മുതൽ കേട്ട ഒരു വാക്കാണ്, ഒരു നാടകമൊക്കെ ഉണ്ട് അതിന്റെ പേരിൽ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറയുന്നൊരു പഴയകാല നാടകമൊക്കെ. എനിക്ക് തോന്നുന്നു KPSC കീഴിലായിരുന്നു ആ നാടകം. കമ്മ്യൂണിസ്റ്റുകളുടെ ആ ഒരു രക്തം തിളയ്ക്കുന്ന നാടകമൊക്കെ ആയിരുന്നു അത് എന്നുള്ളത് നമ്മൾക്കറിയാം. എന്നാൽ ഇന്ന് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറയുന്ന അതിന് ബദലായിട്ട് നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഉയർന്നു കേൾക്കുന്ന ഒന്നാണ് നിങ്ങൾ എന്നെ സംഘിയാക്കി എന്നുള്ള വലിയ ഒരു വാക്ക്. അതിന് ആധാരമായിട്ടുള്ള ഒരു ചെറിയ വീഡിയോ, നിങ്ങൾക്കെല്ലാം സുപരിചിതനായിട്ടുള്ള ഒരാളുടെ വീഡിയോ ആണ്. അത് കണ്ടിട്ട് നമുക്ക് ഓടി വരാം, കണ്ടു നോക്കാം. ഞാനൊരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനാണ്, പാർട്ടി മെമ്പറാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം നമ്മളിപ്പം ഒരു എക്സ് കമ്മ്യൂണിസ്റ്റ് എന്നൊക്കെ കണ്ടു ആരിഫിന്റെ പോസ്റ്റിൽ. അപ്പൊ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിനെ നമ്മളിങ്ങനെ തകർക്കുക വഴി ആ സ്പേസിലേക്ക് ഈ ഭരണത്തിലായാലും എവിടെയാണെങ്കിലും കയറി വരുന്നത് ഈ മതരാഷ്ട്രീയ പാർട്ടിക്കാരില്ലേ. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ നമുക്കത് ഇതിനേക്കാൾ കൂടുതൽ ഒരു അപകടത്തിലേക്കല്ലേ ഉണ്ടാവുക കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതാകുമ്പോൾ. അത് നിങ്ങൾ ഈ സാധനം അതിന്റെ ഒരു യഥാർത്ഥ ചിത്രം ഒന്നുകൂടി ഒന്ന് മനസ്സിലാക്കിയാൽ മനസ്സിലാവും. കമ്മ്യൂണിസ്റ്റ് ഭരണം ഇല്ലെങ്കിൽ മതരാഷ്ട്രം പാർട്ടികൾ അല്ലെങ്കിൽ ഈ മത ബേസിസ് ഉള്ള സാധനങ്ങൾ കൈയടക്കുകയല്ല ചെയ്യുന്നത്. മത ലക്ഷ്യമുള്ള പാർട്ടികൾ അവർക്ക് സമൂഹത്തിൽ വേറുറപ്പിക്കാൻ കമ്മ്യൂണിസ്റ്റുകാരുടെ പുറത്ത് കയറി നടക്കുകയാണ് ചെയ്യുന്നത്. അതാണ് സംഭവിച്ചിട്ടുള്ളത്. ഉദാഹരണം ഇറാൻ, ഉദാഹരണം ഈജിപ്ത്, ഉദാഹരണം അഫ്ഗാനിസ്ഥാൻ, ഏത് വേണേലും നിങ്ങൾക്ക് എടുക്കാം. ഈ 3 സ്ഥലത്ത് മാത്രം നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാരെ കൂട്ടിയിട്ട് പൊതുരെ തല്ലിക്കൊന്നിട്ടുള്ളത് ഇസ്ലാമിസ്റ്റുകളാണ്. ഇത് തല്ലുന്നതിന് തൊട്ട് മുന്നേ വരെ ഇവർ രണ്ടുപേരും പക്കാ ദോസ്തുകളായിരുന്നു. ഇവർ തോളിൽ കൈയിട്ടാണ് രണ്ടുപേരും നടന്നിരുന്നത്. നമ്മൾ ഈ ഉപയോഗിക്കുന്ന ഒരു വാക്ക് തന്നെയുണ്ട്, ഇന്തിഫാദ എന്ന് പറയുന്ന ഒരു വാക്ക്. ഈ വാക്ക് തന്നെ ഉദയം ചെയ്യുന്നത് ഈജിപ്തിലാണ്. ഈ വാക്ക് സംഗതി ഈജിപ്തിലായതുകൊണ്ട് തന്നെ അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ അറബിയാണല്ലോ പറയാ. അപ്പൊ അവരന്ന് അവിടെ ഈ പറയുന്ന റെവല്യൂഷൻ എന്ന് പറയുന്ന ഒരു സംഗതിയുടെ അന്ന് അവരവിടെ ഉപയോഗിച്ച വാക്കാണ് ഈ ഇന്തിഫാദ എന്ന് പറയുന്നത്. ആ സാധനമാണ് പിന്നീട് നമ്മളുടെ ഈ പറയുന്ന പാലസ്തീനിയൻ കോസിലേക്ക് വന്നപ്പോൾ അവരത് കോപ്പി ചെയ്തെടുക്കുന്നത്. അപ്പൊ എവിടുന്ന് ഈ സാധനം വന്നത്? കമ്മ്യൂണിസ്റ്റുകാർ കൊടുത്ത വാക്കാണത്. പക്ഷെ ഇന്ന് കമ്മ്യൂണിസ്റ്റുകാർ അത് ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ല. പക്ഷെ അതിന് ഇന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇസ്ലാമിസ്റ്റുകളാണ്. എങ്ങനെ അവർക്ക് ഉപയോഗിക്കാൻ പാകത്തിനായത്? അന്നുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റുകാർ കൂട്ടത്തോടെ കൊന്നുതള്ളുക എന്ന് പറഞ്ഞാൽ ചില്ലറ തള്ളലൊന്നുമല്ല. ഈവൻ സദ്ദാം ഹുസൈൻ അടക്കം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിച്ചാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ മതരാഷ്ട്രവാദം ഉള്ള ആളുകൾ കൈയടക്കുകയല്ല ചെയ്യുന്നത്. മതരാഷ്ട്രവാദം കൊണ്ടു നടക്കുന്ന ആളുകൾക്ക് അവരുടെ വഴി എളുപ്പമാക്കി കൊടുക്കുന്ന ഒരു പറയണമെന്ന് തോന്നുന്നത് യൂസ്ഫുൾ ഇഡിയറ്റ്സ് എന്നാണ് നമ്മൾ സത്യത്തിൽ കമ്മ്യൂണിസ്റ്റുകാരെ വിളിക്കേണ്ടത്. ഇന്ന് അങ്ങനെയാണ് ലോകത്ത് ഇടതുപക്ഷം പൊതുവിൽ അറിയപ്പെടുന്നത്, യൂസ്ഫുൾ ഇഡിയറ്റ്സ്. ഓക്കെ. പിന്നെ ഇസ്രായേൽ പാലസ്തീൻ വിഷയം നേരത്തെ വിഷമായില്ലല്ലോ അല്ലെ? എനിക്ക് ഇത് ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും നമ്മുടെ നാട്ടിലൊരു ഇത്ര അടുത്തുനിന്ന് കേൾക്കുന്ന ആദ്യമായിട്ടാണ്. എനിക്ക് തോന്നുന്നു പിന്നെ ആരിഫിന് എപ്പോഴും കിട്ടുന്ന ഒരു ചാപ്പയാണ് സംഘിച്ചാപ്പ. അപ്പൊ ഈ കയ്യടികളിലും എനിക്കൊരു ആ ഒരു ടച്ച് വരുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. ഇവരൊക്കെ അങ്ങനെ ആ രീതിയിൽ എടുക്കരുത്. പക്ഷെ പിന്നെ അത്തരം ഇസ്ലാമിനെയും കമ്മ്യൂണിസത്തെയും കൊട്ടുമ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്ത കയ്യടികള് കൂടുതൽ കിട്ടുന്നുണ്ടെങ്കിൽ അത്തരം ഒരു, അതായത് സംഘി ഫണ്ടിൽ പ്രവർത്തിക്കുന്ന ഒരാളാണെന്നൊക്കെ ഒരുപാട് കമന്റുകൾ. എന്ന് വെച്ചാൽ ഇപ്പൊ കയ്യടിച്ചവരൊക്കെ സംഖ്യകളാണെന്നാണോ പറഞ്ഞത്? ഇവിടെ ഇപ്പൊ നിങ്ങളൊക്കെ സംഖ്യയില്ലേ? ഇതാണ് നമ്മളൊരു കാര്യം വസ്തുത പറഞ്ഞ അപ്പൊ സംഖ്യയാവും. ഇപ്പൊ മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ആ ഒരു കയ്യടികള്, കുറെ കാര്യങ്ങൾ 1 മണിക്കൂറോളം സംസാരിച്ചിട്ട് നമ്മൾ കയ്യടി കിട്ടുന്ന ചില കാര്യങ്ങൾ, അത് നമ്മൾ ഒരു കയ്യടി റഫീഖിന് കൊടുക്കൂ പ്ലീസ്. ഇപ്പൊ ശരിയല്ലേ? ആയിക്കോട്ടെ. നോക്കൂ, എത്ര ഭംഗിയായിട്ടാണ് ആരിഫ് ഹുസൈൻ സാർ അത് വ്യക്തമാക്കിയത്. ആ ഒരു റഫീഖ് എന്ന് പറയുന്ന ആ കമ്മ്യൂണിസ്റ്റുകാരൻ ഇനി അയാൾ എങ്ങനെയാണ് ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് അഭിമാനത്തോടെ അഹങ്കാരത്തോടെ പറയാനൊക്കുക എന്നതാണ് വലിയൊരു ചോദ്യം. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ആരിഫ് ഹുസൈൻ സാർ പറയുന്നത്, നോക്കും, സത്യം ധർമ്മം അത് പറയുന്ന ഏതൊരാളെയും സംഘിയാക്കുക എന്നൊരു സംവിധാനം ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്നുള്ളത് മാറിയിട്ടെന്ന് നിങ്ങൾ എന്നെ സംഘിയാക്കി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്ന് രാജ്യദ്രോഹികൾക്ക് പുറമെയുള്ള സത്യങ്ങൾ പറയുന്ന, ധർമ്മം പറയുന്ന, പ്രവർത്തിക്കുന്ന ഏതൊരാളും സംഘിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് സംഘിയാവാൻ വേണ്ടി ആളുകൾ തിക്കും തിരക്കും കൂട്ടുന്ന അവസ്ഥ കാണുന്നുണ്ട്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നായാലും വേണ്ടില്ല, കോൺഗ്രസ് പാർട്ടിയിൽ നിന്നായാലും വേണ്ടില്ല. ഇനി രാജ്യദ്രോഹികൾ അതല്ലെങ്കിൽ ഉണ്ട ചോറിന് തന്റെ പെറ്റ നാടിനോട് നന്ദി കാണിക്കാത്ത, ആ നാടിനെ നശിപ്പിക്കാൻ വേണ്ടി വെമ്പൽ കൊണ്ട് നടക്കുന്ന
ജിഹാദികൾ എന്ന് പറയുന്ന ഒരു പ്രത്യേക കൂട്ടക്കാരുണ്ട്. ആ ജിഹാദികൾ എന്ന പേര് കേൾക്കാൻ ആഗ്രഹിക്കാത്ത, ദേശീയതയോട് ചേർന്ന് നിൽക്കുന്ന, എൻ്റെ രാജ്യം, എൻ്റെ പെറ്റ നാടാണ് എനിക്ക് വലുത്, രാഷ്ട്രമാണ് എനിക്ക് ഏറ്റവും വലുത്, പിന്നീടാണ് രാഷ്ട്രീയം, ജാതി, മതം എന്നുള്ള ആ ചിന്തയുള്ള മുസ്ലിം സമൂഹത്തിൽ നിന്നൊക്കെ ആളുകൾ BJP യെ പുൽകുന്നത് എന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോഴാണ് സംഘിയായി നടക്കുന്ന, സംഘിയായി പിറന്ന, സംഘിയായി ജീവിക്കുന്ന ഓരോ ആളുകൾക്കും അഭിമാനത്തിന്റെ, അഹങ്കാരത്തിന്റെ, ധാർഷ്ട്യത്തിന്റെ ഒക്കെ ആ ഒരു ഭാവം വരിക എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ ആരിഫ് ഹുസൈൻ സാർ പച്ചയ്ക്ക് പറയുന്നുണ്ട്. എന്താണ് കമ്മ്യൂണിസ്റ്റ് എന്നുള്ളതിന്റെ കൃത്യമായിട്ടൊരു വാക്ക് അദ്ദേഹം പുറം ലോകത്തിന് തന്നിട്ടുണ്ട്. യൂസ്ഫുൾ ഇഡിയറ്റ്സ് എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഈ നാട് കട്ടുമുടിച്ച് ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകൾക്ക് അദ്ദേഹം നൽകിയ വലിയൊരു ഇക്വേഷൻ തന്നെയാണ്. എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം അത് അവതരിപ്പിച്ചത്. ഇവിടെ എന്നിട്ടോ അദ്ദേഹത്തിന് കിട്ടിയ പേരെന്താണ്? സംഘി എന്ന് പറയുന്നതാണ്. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നു, ഈ കയ്യടിച്ച, എൻ്റെ ഈ വാക്കുകൾ കേട്ട് കയ്യടിച്ച എല്ലാവരെയും സംഘികളായിട്ടാണോ നിങ്ങൾ കാണുന്നത് എന്ന് ചോദിക്കുന്നു. എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നു, നിങ്ങൾ എല്ലാവരും സംഘികളാണോ എന്ന് ആ കയ്യടിച്ചവരോട് ചോദിക്കുന്നു. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയൊരു അപജയം. നമുക്ക് രക്തസാക്ഷികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സംഘികൾ അതിനെ വിളിക്കുക സ്വർഗീയ ബലിദാനികൾ എന്നൊക്കെയാണ് വിളിക്കുക. ഈ സ്വർഗീയ ബലിദാനികൾ എന്ന സംഘികൾ വിളിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റുകൾ അതിനെ വിളിക്കുക രക്തസാക്ഷികളാണ്. രക്തസാക്ഷി മരിക്കുന്നില്ലോ, രക്തസാക്ഷി ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്നൊക്കെ മുദ്രാവാക്യം വിളിക്കുന്ന ഇവന്മാർ ഈ രക്തസാക്ഷികളുടെ പേരിൽ പിരിക്കുന്ന കോടിക്കണക്കിന് രൂപ കയ്യിട്ട് വാരി നക്കി നടക്കുന്ന നേതാക്കളായി ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകൾ അധപ്പതിക്കുന്നു. ആ നക്കി നടക്കുന്ന കമ്മ്യൂണിസ്റ്റുകളുടെ മൂട് താങ്ങിക്കൊണ്ട്, അവർക്ക് പിന്തുണ നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. എന്നിട്ടോ ഇത് പച്ചയ്ക്ക് വിളിച്ചു പറയുന്നു, യാതൊരു ഗതിയും പരഗതിയും ഇല്ലാതെ വിളിച്ചു പറയുന്ന മുതിർന്ന സഖാക്കന്മാർക്ക് ഇവർ വിളിക്കുന്നു വർഗവഞ്ചകൻ, പിന്നിൽ നിന്ന് കുത്തുന്നവൻ എന്നൊക്കെ വിളിച്ചുകൊണ്ട് അവരെ 51, 54 വെട്ടുമൊക്കെ വെട്ടിക്കൊണ്ട് ഒന്നൊടുക്കിക്കൊണ്ട് പോകുന്ന കാലഘട്ടം. അവിടെ ഒരുപാട് കുഞ്ഞികൃഷ്ണന്മാരും ഒരുപാട് സഖാക്കന്മാരും ഒക്കെ ധീരതയോടെ പുറത്തു വന്ന് പറയുന്നു, ഞങ്ങൾ സഖാക്കളാണ്, ഞങ്ങളെ കടന്നുപോയിട്ടുള്ള ഈ നാട്ടിലെ ധീര രക്തസാക്ഷികൾക്ക് വേണ്ടി പിരിച്ചിട്ടുള്ള കോടികൾ കട്ട സഖാക്കന്മാർ ഇവന്മാരൊക്കെയാണ്. ആ സഖാക്കന്മാരെ സംരക്ഷിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ള മുതിർന്ന സഖാക്കന്മാർ ഇവന്മാരൊക്കെയാണെന്ന് പച്ചയ്ക്ക് ലോകത്തോട് വിളിച്ചു പറയുമ്പോഴും യൂസ്ഫുൾ ഇഡിയറ്റ്സുകളായിട്ടുള്ള ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകൾ, ഇവിടുത്തെ സാധാരണക്കാരായുള്ള ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി അപ്പം ഗോവിന്ദന്മാരും പിണറായി തമ്പുറാക്കന്മാരും ഒക്കെ രംഗത്ത് വരുമ്പോൾ, രാകേഷ് എന്ന് പറയുന്ന കണ്ണൂരിന്റെ സഖാവൊക്കെ ന്യായീകരിച്ച് രംഗത്ത് വരുമ്പോൾ ഇവറ്റകളോടൊന്നും പറയാനില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറയുന്ന ആ വചനം എന്ന് മാറി നിങ്ങൾ എന്നെ സംഘിയാക്കി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഈ നാട്ടിലെ സഖാക്കന്മാരും കോൺഗ്രസ്സുകാരും, എന്തിനേറെ ഇസ്ലാമിക ജിഹാദി എന്ന് പേര് കേൾക്കാൻ ആഗ്രഹമില്ലാത്ത മുസ്ലിങ്ങൾ പോലും BJP-യിലേക്ക് കൂറുമാറുമ്പോൾ, BJP-യിലേക്ക് വന്നെടുക്കുമ്പോൾ, വികസനത്തിന്റെ മുദ്രാവാക്യം മാത്രം ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന BJP വളർന്ന് പന്തലിച്ച് ഇവിടെ വരുമ്പോൾ, ഇനി BJP-ക്ക് അല്ലാതെ നമ്മുടെ ഈ നാടിനെ ഇടതും വലതും മാറി മാറി ധരിച്ച ഈ നാടിനെ രക്ഷിക്കാൻ മറ്റാർക്കും കഴിയില്ല എന്ന ബോധ്യം വരുമ്പോൾ ഇനിയും ചിന്തിക്കേണ്ട, വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മറ്റൊരു ചിന്തയ്ക്കും നിങ്ങൾക്ക് സ്ഥാനമില്ല. ഈ നാടിന്റെ രക്ഷയാണോ, നിങ്ങളുടെ കുടുംബത്തിന്റെ രക്ഷയാണോ, നിങ്ങളുടെ രക്ഷയാണോ, വരാനിരിക്കുന്ന നമ്മുടെ ഭാവി തലമുറയുടെ രക്ഷയാണോ നിങ്ങളുടെ മനസ്സിലുള്ളത് എങ്കിൽ ഇനി ഒരു ചിന്തയ്ക്കും അടിസ്ഥാനമില്ല. BJP വരിക മാത്രമേ, BJP-യുടെ ഭരണം വരിക മാത്രമേ ഈ നാടിന് രക്ഷയുള്ളൂ എന്ന ചിന്ത ഇനിയെങ്കിലും ഉണ്ടാവട്ടെ. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.